ഹരേ രാമ ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. ഈ നക്ഷത്ര ജാതകർ ആഗ്രഹിച്ചതെന്തും നടക്കും. നിങ്ങളുടെ തലവര തെളിയുവാൻ പോകുന്നു. ഇന്നു മുതൽ നിങ്ങൾക്ക് നല്ല കാലം തുടങ്ങുകയാണ്. ആദിത്യൻ മാർച്ച് 14 വരെ കുംഭം രാശിയിലും തുടർന്ന് മീനം രാശിയിലും സഞ്ചരിക്കുന്നു. ചതയം, പൂരുരുട്ടാതി, ഉത്രട്ടാതി എന്നീ ഞാറ്റുവേലകളുണ്ട്. മാർച്ച് 3-ന് ചൊവ്വ പൗർണമി ദിവസം കേതുഗ്രസ്തമായ ചന്ദ്രഗ്രഹണം ഭവിക്കും. മാർച്ച് 18 കറുത്ത വാവാണ്. പിറ്റേന്ന് മാർച്ച് 19-ന് 60 ചാന്ദ്രവർഷങ്ങളിൽ 40-ാം ചാന്ദ്രവർഷമായ പരാഭവം ആരംഭിക്കും. വസന്ത ഋതു, ചൈത്രമാസം എന്നിവയുടെയും ആരംഭമാണ്. മാർച്ച് 11 വരെ ശുക്രൻ ഉച്ചരാശിയായ മീനം രാശിയിലും തുടർന്ന് മേടത്തിലും സഞ്ചരിക്കുന്നു. ചൊവ്വയും ബുധനും കുംഭം രാശിയിലാണ്. ചൊവ്വയുടെ മൗഢ്യം മാർച്ച് മാസം മുതൽ തുടങ്ങുന്നതാണ്. രാഹു കുംഭം രാശിയിൽ ചതയം നക്ഷത്രത്തിലും കേതു ചിങ്ങം രാശിയിൽ പൂരം നക്ഷത്രത്തിലും പിൻഗതിയായി സഞ്ചരിക്കുന്ന കാലമാണ്. വ്യാഴം മിഥുനം രാശിയിൽ തുടരുന്നു. മാർച്ച് 15-ന് കഴിഞ്ഞ 3 മാസത്തിലധികമായി തുടരുന്ന വ്യാഴത്തിൻ്റെ വക്രഗതി അവസാനിച്ച് നേർഗതി ആരംഭിക്കുന്നതാണ്. ശനി മീനൻ രാശിയിൽ ഉത്രട്ടാതി നക്ഷത്രത്തിലാണ്. ഈ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രങ്ങളിൽ ജനിച്ച ആളുകളുടെ മാർച്ച് മാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്ര ഫലമാണ്. ആദ്യം അശ്വതി നക്ഷത്ര ജാതകരാണ്. നിങ്ങൾക്ക് ആദിത്യൻ 11-ലും 12-ലുമായി സഞ്ചരിക്കുന്ന കാലമായതിനാൽ മാസത്തിൻ്റെ പകുതി വളരെയധികം ഗുണങ്ങൾ നിറഞ്ഞതാണ്. തൊഴിലിടത്തിൽ സമാധാനമുണ്ടാകും. ദൗത്യങ്ങൾ വെല്ലുവിളി നിറഞ്ഞതാകുന്നതായിരിക്കും. എന്നാൽ പ്രശ്ന പരിഹാരത്തിന് അനുഭവ സമ്പത്ത് തന്നെ തുണയാകുന്നതാണ്. അനാവശ്യമായ നിങ്ങളുടെ പ്രസ്താവനകളെല്ലാം തന്നെ ഒഴിവാക്കുക. ഒപ്പമുള്ളവരുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തേണ്ടതാണ്. അതുപോലെ സൗഹൃദങ്ങളിൽ നിയന്ത്രണം ആവശ്യമുണ്ട്. പ്രണയപുഷ്ടി, ദാമ്പത്യ ജീവിതത്തിൽ സ്വസ്ഥത ഇവ വന്നു ചേരും. മാസത്തിൻ്റെ 2-ാം പകുതിയിൽ യാത്രകൾ വർദ്ധിക്കുന്നതാണ്. അതുപോലെ ധനവരവ് മോശമാകുന്ന കാലമല്ല. എന്നാൽ ചെലവിൽ വളരെയധികം നിയന്ത്രണം വേണ്ടതുണ്ട്. സ്വന്തം മുതൽമുടക്ക് സംരംഭങ്ങൾ യാതൊരു കാരണവശാലും തുടങ്ങുവാൻ ഉചിതമായ കാലമല്ല. വീടിനടുത്ത് സ്ഥലം മാറ്റത്തിന് ശ്രമിക്കുമെങ്കിലും അനിശ്ചിതത്വം ഭവിക്കുന്ന മാസമാണ്. അടുത്തത് ഭരണി നക്ഷത്ര ജാതകരാണ്. നിങ്ങളുടെ ജന്മ നക്ഷത്രാധിപനായ ശുക്രൻ ഉച്ചത്തിൽ സഞ്ചരിക്കുന്നത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. തൊഴിൽ അന്വേഷിക്കുന്ന ആളുകൾക്ക് നിങ്ങളുടെ അർഹതയ്ക്കനുസരിച്ചുള്ള അവസരങ്ങൾ കൈവരുന്നതാണ്. നിലവിലെ കർമ്മ മേഖലയിൽ ഗുണപരമായ മാറ്റങ്ങൾ വരുവാനുള്ള സാധ്യത വളരെയധികം കൂടുതലുള്ള കാലമാണ്. സ്വതന്ത്രമായ തീരുമാനങ്ങൾ നിർവഹിക്കുവാൻ കഴിയും. അതുപോലെ നീതിബോധത്തോടുള്ള പ്രവർത്തനങ്ങളിൽ ജനകീയമായ അടിത്തറ വിപുലമാക്കുവാനും സാധിക്കുന്നതാണ്. പ്രണയബന്ധം പുഷ്കലമാകും. കുടുംബത്തിലെ എതിർപ്പുകളെ എല്ലാം തന്നെ തള്ളിക്കളയുവാൻ സാധിക്കുന്നതാണ്. ദാമ്പത്യ ജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും പ്രതീക്ഷിക്കാം. അതുപോലെ മകന് വിദേശ യാത്ര തരപ്പെട്ട് കിട്ടും. കലാപരമായി വളരെയധികം ഉയർച്ചയുടെ കാലം കൂടിയാണ്. നിങ്ങൾക്ക് ഭൂമിയിൽ നിന്നും ആദായം വന്നു ചേരും. മാസത്തിൻ്റെ 2-ാം പകുതിയിൽ, വിശേഷിച്ചും മാസാന്ത്യ ദിവസങ്ങളിൽ വളരെയധികം സമ്മർദ്ദങ്ങൾ വർദ്ധിക്കുന്നതാണ്. അടുത്തത് കാർത്തിക നക്ഷത്ര ജാതകരാണ്. അതായത് മേട രാശിക്കാർക്ക് മാസാദ്യ പകുതിയും ഇടവ രാശിക്കാർക്ക് 2-ാം പകുതിയും പ്രായേണ വളരെയധികം ഫലപ്രദമാണ്. തുടങ്ങിയ കർമ്മങ്ങൾക്ക് യാതൊരു രീതിയിലുമുള്ള തടസ്സങ്ങൾ ഉണ്ടാകുന്ന കാലമല്ല. വായ്പകൾക്ക് അർഹത കിട്ടുന്നതാണ്. സംഘടനകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് പിന്തുണ വർദ്ധിക്കും. നിങ്ങളുടെ പിതാവിന് ഔദ്യോഗിക പദവി ഉയരുവാനിടയുള്ള കാലം കൂടിയാണ്. സ്വത്ത് തർക്കങ്ങളിൽ ചില നീക്കുപോക്കുകൾക്കുള്ള പ്രതീക്ഷയുണ്ടാകും.
നിക്ഷേപങ്ങളിൽ വളർച്ച പ്രതീക്ഷിക്കാം. അഭിമുഖങ്ങളിലും പരീക്ഷകളിലും വിദ്യാർത്ഥികൾക്ക് ശോഭിക്കുവാൻ കഴിയുന്നതാണ്. അതുപോലെ നിലച്ചുപോയ ഗൃഹനിർമ്മാണം പുനരാരംഭിക്കുവാൻ കഴിയും. ബന്ധുവോ അതുമല്ലെങ്കിൽ സുഹൃത്തോ ആയി സാമ്പത്തികമായി നിങ്ങളെ സഹായിക്കുവാൻ ഇടയുള്ള കാലമാണ്. സുഖഭോഗങ്ങൾ, ആഡംബര വസ്തുക്കളുടെ ലബ്ധി എന്നിവയും വന്നുചേരും. ആരോഗ്യ കാര്യങ്ങളിൽ യാതൊരു രീതിയിലുമുള്ള അലംഭാവം കാണിക്കരുത്. അന്യന്റെ കാര്യങ്ങളിൽ തലയിടുന്നതും പലതരം ക്ലേശങ്ങൾക്ക് കാരണമാകുന്ന കാലമാണ്. അടുത്തത് രോഹിണി നക്ഷത്ര ജാതകരാണ്. ആദിത്യൻ 10, 11 ഭാവങ്ങളിൽ സഞ്ചരിക്കുന്നതിനാൽ തൊഴിലിൽ നിങ്ങൾക്ക് വളരെയധികം അഭിവൃദ്ധിയുണ്ടാകും. അർഹതയുള്ള സ്ഥാനക്കയറ്റമോ അതുമല്ലെങ്കിൽ വേതന വർധനവോ അതുമല്ലെങ്കിൽ സ്വതന്ത്ര ചുമതലയോ ഒക്കെ പ്രതീക്ഷിക്കാവുന്ന മാസമാണ്. വ്യാപാര രംഗത്ത് വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകും. അതായത് ലാഭം ഉയരുന്ന കാലമാണ്. രാഷ്ട്രീയ താൽപ്പര്യങ്ങൾ ചിറകടിച്ചുയരും. പ്രത്യേകിച്ചും ശുക്രനും 11 തുടരുന്ന കാലമായതിനാൽ ഭോഗാനുഭവങ്ങൾ, കലാപരമായ കഴിവുകൾ, അനുമോദനങ്ങൾ എന്നിവയും ഭവിക്കുന്നതാണ്. കണ്ടകശനിയും 9 ചൊവ്വയും ചില തടസ്സങ്ങൾക്ക് കാരണമാകും. വ്യക്തി ജീവിതത്തിൽ സാമാന്യം സംതൃപ്തി പ്രതീക്ഷിക്കാം. ആരോഗ്യം വളരെയധികം തൃപ്തികരമായിരിക്കും. ഗൃഹനിർമ്മാണം തടസ്സപ്പെടുന്ന കാലമല്ല. നിക്ഷേപങ്ങൾ ഉയർത്തുവാൻ സാധിക്കുന്നതാണ്. വിദ്യാഭ്യാസത്തിൽ വളരെയധികം ഏകാഗ്രതയുണ്ടാകും. പരീക്ഷകളെ ആത്മവിശ്വാസത്തോടെ നേരിടുവാനും സാധിക്കുന്ന മാസമാണ്. അടുത്തത് മകയിരം നക്ഷത്ര ജാതകരാണ്. നിങ്ങൾക്ക് ഈ മാസം അനുകൂലമായ ഫലങ്ങൾക്കൊപ്പം ചില പ്രതികൂലമായ കാര്യങ്ങൾ കൂടി അനുഭവത്തിൽ വരുന്നതാണ്. ഔദ്യോഗികമായി വളരെയധികം തിരക്കുണ്ടാകും. സഹപ്രവർത്തകർ അവധിയിലാകിയാൽ അധിക ജോലി നിങ്ങൾക്ക് ചെയ്യേണ്ടതായി വന്നേക്കുന്നതാണ്. സ്വന്തമായി സ്ഥാപനങ്ങൾ നടത്തുന്നവർക്ക് വിപുലീകരണത്തിന് മുതിരേണ്ടി വരും. ഭാഗികമായി ലക്ഷ്യം നേടുകയും ചെയ്യുന്നതാണ്. അധിക സാമ്പത്തിക ബാധ്യത വരുത്താതിരിക്കുവാൻ വളരെയധികം ശ്രദ്ധിക്കണം. സഹോദര ബന്ധം പൂർവ്വസ്ഥിതിയിലാകും. മറക്കാനും പൊറുക്കുവാനും കഴിയുന്നതാണ്. അവിവാഹിതരുടെ ദാമ്പത്യ പ്രശ്നത്തിന് ഇനിയും കാത്തിരിക്കേണ്ടി വരുന്ന കാലമാണ്. പുതുവാഹനം വാങ്ങുവാൻ സാധിക്കും. വിദേശത്ത് പഠനമോ അതുമല്ലെങ്കിൽ ജോലിയോ തേടുന്ന ആളുകൾക്ക് സാഹചര്യം വളരെയധികം ഗുണകരമായി ഭവിക്കുന്നതാണ്. അടുത്തത് തിരുവാതിര നക്ഷത്ര ജാതകരാണ്. നിങ്ങൾക്ക് സമ്മിശ്രമായ ഫലങ്ങളാണ് മാർച്ച് മാസത്തിൽ തേടിയെത്തുക. അതായത് ഭാഗ്യസ്ഥാനത്ത് രാഹുവും ആദിത്യനും ചൊവ്വയും ബുധനും സഞ്ചരിക്കുന്നത് വളരെയധികം സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കും. കപ്പിനും ചുണ്ടിനുമിടയിൽ അവസരങ്ങൾ നഷ്ടമായേക്കാം. പരിഗണനയാണെന്ന് തോന്നുമെങ്കിലും അവഗണനയാകും നിങ്ങൾക്ക് ഫലമുണ്ടാകുക. ലക്ഷ്യപ്രാപ്തി കൈവരിക്കുവാൻ വളരെയധികം വിയർപ്പൊഴുക്കേണ്ടി വരുന്ന കാലമാണ്. വിദ്യാർത്ഥികളെ ആലസ്യം ബാധിക്കും. അതുപോലെ മേലധികാരികൾ പക്ഷപാതപരമായി പെരുമാറുന്നതായി അനുഭവത്തിൽ വരുന്നതാണ്. മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ തൊഴിൽപരമായി മാറ്റങ്ങൾ ഉണ്ടാകും. ബിസിനസ്സിൽ ആദായം വന്നു തുടങ്ങുന്നതാണ്. ബന്ധുക്കളെല്ലാം തന്നെ പിണക്കം അവസാനിക്കുന്നതും വളരെയധികം ആശ്വാസമുണ്ടാക്കും. വാഗ്ദാനങ്ങൾ പാലിക്കുവാൻ സാധിക്കുന്നതാണ്. കുടുംബത്തിനൊപ്പം വിനോദയാത്രയോ അതുമല്ലെങ്കിൽ ആത്മീയമായ യാത്രകൾക്കോ അവസരം സിദ്ധിക്കുന്നതാണ്. അടുത്തത് പുണർതം നക്ഷത്ര ജാതകരാണ്. നിങ്ങൾക്ക് ഗ്രഹങ്ങൾ അനിഷ്ടവും ഇഷ്ടവുമായ ഭാവങ്ങളിൽ സഞ്ചരിക്കുകയാൽ നേട്ടങ്ങളെല്ലാം തന്നെ ശ്രമസാധ്യങ്ങളാകും. പൊതു കാര്യങ്ങളുടെ പിന്നാലെ പോകാതെ നടത്തിവരുന്ന സ്ഥാപനങ്ങൾ ഏതുവിധം നവീകരിക്കണമെന്നാരായുന്നത് ഇപ്പോൾ കൂടുതൽ ഉചിതമാകും. സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ട കാര്യങ്ങൾക്ക് മാസാരംഭത്തിൽ തടസ്സമുണ്ടായേക്കാം. ഉത്തരവാദിത്തം കൂടുവാനിടയുണ്ട്. പകരം ജോലികൾ കൂടി ചെയ്യേണ്ട ഒരു കാലമാണ്. രോഗിയായ ഉറ്റ ബന്ധുവിനെ സന്ദർശിച്ച് സഹായം നൽകുവാൻ കഴിയും. അതുപോലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ യാതൊരു രീതിയിലും മുടക്കം വരുന്ന കാലമല്ല. പണവരവ് പോലെയാകും നിങ്ങൾക്ക് ചെലവും ഈ മാസം ഉണ്ടാകുക. ഔദ്യോഗികമായും വ്യക്തിപരമായും യാത്രകൾ വർദ്ധിക്കുന്നതാണ്. എല്ലാ കാര്യങ്ങളിലും കുടുംബ അംഗങ്ങളുടെ പിന്തുണ വന്നു ചേരുന്ന മാസമാണ്. അടുത്തത് പൂയം നക്ഷത്ര ജാതകരാണ്. അഷ്ടമനവ ഭാവങ്ങളിൽ ആദിത്യനും അഷ്ടമത്തിൽ രാഹുവും ചൊവ്വയും
ഭാഗ്യത്തിൽ ശുക്രനും ശനിയും 12-ൽ വ്യാഴവും സഞ്ചരിക്കുന്നതിനാൽ മിക്കവാറും ആവർത്തിത ശ്രമങ്ങളിലൂടെയാകും ഈ മാസം നിങ്ങൾക്ക് കാര്യസിദ്ധി ഉണ്ടാകുക. തടസ്സങ്ങളെല്ലാം തന്നെ മനസ്സ് മടുപ്പിച്ചേക്കും. പുതിയ സംരംഭങ്ങൾക്ക് തദ്ദേശ സ്ഥാപനത്തിൽ നിന്നും അനുമതി കിട്ടുവാൻ വൈകുന്നതാണ്. പിതാവിൻ്റെ അനിഷ്ടം നേടുവാനിടയുള്ള കാലം കൂടിയാണ്. മേലധികാരികൾ കഴിവുകളെ അംഗീകരിച്ചേക്കില്ല. അതുപോലെ നിലവിലെ ജോലി ഉപേക്ഷിക്കുന്നത് യാതൊരു കാരണവശാലും ഗുണകരമാകുന്ന കാലമല്ല. അഭിമുഖങ്ങളിൽ ആത്മവിശ്വാസം കുറയും. ശുക്രന്റെ ഭാഗ്യസഞ്ചാരത്താൽ പ്രണയം പുഷ്ടിപ്പെടുന്നതാണ്. കുടുംബസുഖമുണ്ടാകും. സ്ത്രീകളുടെ പിന്തുണ കൈവരുന്നതാണ്. സാമ്പത്തികമായി നിങ്ങൾക്ക് ഞെരുക്കമുണ്ടായാലും ആവശ്യങ്ങളെല്ലാം തന്നെ സാധിച്ചു കിട്ടുന്ന കാലം കൂടിയാണ്. അടുത്തത് ആയില്യം നക്ഷത്ര ജാതകരാണ്. 8-ൽ ആദിത്യൻ, ചൊവ്വ, രാഹു എന്നീ പാപഗ്രഹങ്ങൾ സഞ്ചരിക്കുന്നത് പിരിമുറുക്കം, വിഷാദം എന്നിവ സമ്മാനിക്കും. മനസ്സ് ചഞ്ചലമാകുന്നതാണ്. അതുപോലെ ചുമതലകൾ നിർവഹിക്കുന്നതിൽ വളരെയധികം മടിയുണ്ടാകും. വ്യക്തിബന്ധങ്ങൾ നിലനിർത്തുവാൻ വളരെയധികം ക്ലേശിക്കേണ്ടി വരുന്നതാണ്. ദീർഘയാത്രകൾക്ക് അവസരമുണ്ടാകും. നഷ്ടമായ തൊഴിലിന് പകരം ജോലി ലഭിക്കുക എന്നത് വളരെയധികം പ്രയാസകരമായി മാറുന്നതാണ്. കരാർ പണികൾ കൊണ്ട് നേട്ടങ്ങളുണ്ടാകും. കിടപ്പ് രോഗികളുടെ ചികിത്സ മാറ്റം വളരെയധികം ഗുണകരമാകും. സാമ്പത്തിക പരാധീനതകൾക്ക് ക്രമേണ അയവ് വരുന്നതാണ്. വസ്തു തർക്കത്തിന് സാധ്യതയുണ്ട്. കലാരംഗം വളരെയധികം പുഷ്ടിപ്പെടും. ക്ഷേത്രാടനങ്ങൾ, ക്ഷേത്ര ഉത്സവാദികളിൽ സക്രിയത്വം വഹിക്കൽ എന്നിവയും ഗുണവശങ്ങളാണ്. അടുത്തത് മകം നക്ഷത്ര ജാതകരാണ്. നിങ്ങൾക്ക് ആദിത്യൻ 8, 7 ഭാവങ്ങളിലും വ്യാഴം 11-ലും രാഹുവും ചൊവ്വയും 7-ലും ശനിയും ശുക്രനും 8-ലും സഞ്ചരിക്കുന്നതിനാൽ നേട്ടങ്ങളോടൊപ്പം ചില കയ്പ് അനുഭവങ്ങളും വന്നു ചേരും. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലിൽ വിരക്തി തോന്നുവാനിടയുണ്ട്. പക്ഷേ ജോലി ഉപേക്ഷിച്ചാൽ പുതിയത് കൈവശമെത്തുക എന്നത് വളരെയധികം ദുർഘടമാണ്. ഉദ്യോഗസ്ഥർക്ക് ദുഷ്കരവും ദുർഘടവുമായ ചുമതലകൾ ഏറ്റെടുക്കേണ്ടി വന്നേക്കും. ആഡംബര വസ്തുക്കൾ വാങ്ങുവാൻ കഴിയും. ഗൃഹനിർമ്മാണത്തിന് വാങ്ങിയ ധനം ഭാഗികമായി മടക്കി കൊടുക്കുവാൻ കഴിയുന്നതാണ്. പാരമ്പര്യ തൊഴിലുകൾ, ഏജൻസി, കമ്മീഷൻ വ്യാപാരം എന്നിവയിൽ നിന്നും വളരെയധികം ധന നേട്ടമുണ്ടാകും. പ്രണയിക്കുന്ന ആളുകൾക്ക് ഇച്ഛാഭംഗമുണ്ടാകുന്നതാണ്. അതുപോലെ യാത്രാ ക്ലേശവും ഭവിക്കുന്ന മാസമാണ്. അടുത്തത് പൂരം നക്ഷത്ര ജാതകരാണ്. നിങ്ങളുടെ ജന്മ നക്ഷത്രാധിപനായ ശുക്രന്റെ ഉച്ചസ്ഥിതി ഭൗതിക നേട്ടങ്ങൾക്ക് കാരണമാകും. ആത്മവിശ്വാസം വർദ്ധിക്കുന്നതാണ്. അതുപോലെ സ്ത്രീ ജനങ്ങളുടെ പിന്തുണ പ്രതീക്ഷിക്കാം. കലാപ്രവർത്തനത്തിന് അവസരങ്ങൾ വന്നെത്തും. അനിഷ്ടഭാവങ്ങളിൽ സഞ്ചരിക്കുന്ന ആദിത്യനും രാഹുവും ചൊവ്വയും ശനിയും ജന്മകേതുവും പലതരം പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. ഔദ്യോഗികപരമായി ലഭിക്കേണ്ട സ്ഥാനക്കയറ്റം രാഷ്ട്രീയ കാരണങ്ങളാൽ തടസ്സപ്പെടാം. അതുപോലെ വിദേശത്ത് പോകുവാനുള്ള സാഹചര്യം ഒത്തുവരുന്നതാണ്. പഠനത്തിൽ ഏകാഗ്രത കുറയാം. ദാമ്പത്യ ജീവിതത്തിൽ വിട്ടുവീഴ്ച ആവശ്യമാണ്. വീഴ്ച, അപകടങ്ങൾ എന്നിവ സാധ്യതകളാകിയാൽ വാഹനയാത്രയിൽ വളരെയധികം കരുതൽ പുലർത്തേണ്ടതാണ്. വ്യാഴാനുകൂല്യമുള്ളതിനാൽ അതിജീവന ശക്തി നിങ്ങളുടെ വളരെയധികം വർദ്ധിക്കുന്ന മാസമാണ്. അടുത്തത് ഉത്രം നക്ഷത്ര ജാതകരാണ്. ചിങ്ങരാശിക്കാർക്ക് മാർച്ച് മാസം സമ്മിശ്രമായ ഫലങ്ങളുടേതായിരിക്കും. പരിശ്രമങ്ങൾ ആവർത്തിക്കേണ്ടി വരും. വഴി നടത്തവും അലച്ചിലും വർദ്ധിക്കും. അർഹതയുള്ള കാര്യങ്ങൾക്ക് തടസ്സം വരുന്ന മാസമാണ്. സാമ്പത്തികമായി നേട്ടങ്ങൾ കുറയുന്ന മാസമല്ല. കന്നി രാശിക്കാർക്ക് നേട്ടങ്ങൾക്കാണ് മുൻതൂക്കം. സ്വതന്ത്രമായി പ്രവർത്തിക്കുവാൻ കഴിയുന്നതാണ്. നിങ്ങളുടെ പ്രതിഭാശക്തി തെളിയിക്കുവാൻ സാഹചര്യം വന്നെത്തും. നിലപാടുകൾ ഉയർത്തിപ്പിടിക്കുന്നതാണ്. അനുരഞ്ജനത്തിന് തയ്യാറാകാത്തത് ഗാർഹികമായും അസ്വാരസ്യങ്ങൾ സമ്മാനിക്കുന്നതാണ്. ശനിയുടെ അനിഷ്ടസ്ഥിതി ആരോഗ്യ പ്രശ്നങ്ങൾ ഉയർത്തും. പുതു കാര്യങ്ങൾ തുടങ്ങുവാൻ വളരെയധികം കടമ്പകൾ വന്നു ചേരുന്ന മാസമാണ്. അടുത്തത് അത്തം നക്ഷത്ര ജാതകരാണ്. ആദിത്യൻ 6-ലും 7-ലും സഞ്ചരിക്കുന്നതിനാൽ സാമാന്യേന ഗുണം തന്നെയാകും. ഉദ്യോഗസ്ഥർക്ക് തൊഴിലിടത്തിൽ ആദരം ലഭിക്കുന്നതാണ്. സഹപ്രവർത്തകർക്കിടയിൽ സ്വീകാര്യത വർദ്ധിക്കും. പ്രൊജക്റ്റുകൾ അംഗീകരിക്കപ്പെടും. വിശദീകരണം നൽകുന്നതിൽ വിജയിക്കുന്നതാണ്. ബിസിനസ്സിൽ വളരെയധികം ധന നേട്ടം പ്രതീക്ഷിക്കാം. മുതൽ മുടക്ക്
മുടക്കുകൾ തന്നെ തിരിച്ചു കിട്ടുന്ന മാസമാണ്. മത്സരങ്ങളിൽ വിജയിക്കുവാൻ സാധിക്കും. പൊതുപ്രവർത്തനത്തിൽ ഏകോപനം സാധ്യമാകുന്നതാണ്. മാനസികമായി നിങ്ങൾക്ക് വളരെയധികം സന്തോഷം വന്നെത്തും. കുടുംബത്തിൻ്റെ കാര്യങ്ങൾക്ക് മുഖ്യത്വമേറുന്നതാണ്. മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ അലച്ചിലുണ്ടാകും. തീർത്ഥാടനത്തിൻ്റെ സന്ദർഭം തെളിയുന്നതാണ്. ഭൂമി വ്യാപാരത്തിൽ അല്പം ജാഗ്രത പുലർത്തുന്നത് ഗുണകരമാകും. അടുത്തത് ചിത്തിര നക്ഷത്ര ജാതകരാണ്. ജന്മനക്ഷത്രാധിപനായ ചൊവ്വയുടെ മൗഢ്യം തുടരുന്നു. അതുപോലെ പാപഗ്രഹങ്ങളുമായി ചേരുന്നുമുണ്ട്. അതിനാൽ കൂട്ടുകാർ, ഒപ്പമുള്ളവർ എന്നിവരിൽ നിന്നും വിഷമങ്ങൾ ഉണ്ടാകാം. അധ്വാന ഭാരം കൂടുന്ന സാഹചര്യങ്ങളുണ്ട്. സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് മാനസികമായി പിരിമുറുക്കം വർദ്ധിക്കും. പ്രൊജക്റ്റുകളുടെ നിർവഹണത്തിൽ ഭിന്നത തല പൊക്കുന്നതാണ്. എന്നാലും ന്യായമായ വരുമാന മാർഗങ്ങൾ യാതൊരു രീതിയിലും തടസ്സപ്പെടുന്ന കാലമല്ല. നിക്ഷേപങ്ങൾ ഉയർത്തുവാൻ കഴിഞ്ഞേക്കില്ല. അതുപോലെ സഹായ ഹസ്തങ്ങൾ ആപത്തിൽ തുണയ്ക്കുന്നവനുണ്ടാകുന്നതാണ്. പരീക്ഷകളിലും അഭിമുഖങ്ങളിലും തിളങ്ങുവാൻ കഴിയും. ലഘുയാത്രകൾ, കൂടിച്ചേരലുകൾ, വിനോദം എന്നിവ സന്തോഷമേകുന്ന മാസമാണ്. ആരോഗ്യ പരിപാലനത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട മാസം കൂടിയാണ്. അടുത്തത് ചോതി നക്ഷത്ര ജാതകരാണ്. 5, 6 ഭാവങ്ങളിൽ ആദിത്യൻ സഞ്ചരിക്കുന്നു. മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ അവ്യക്തത, ആശയക്കുഴപ്പം ഇവയുണ്ടാകും. പ്രശ്ന പരിഹാരം ശ്രമം വളരെയധികം നീളുന്നതാണ്. ഉദ്യോഗത്തിൽ സംതൃപ്തി കുറയും. മേലധികാരി നീതിപൂർവമല്ല പ്രവർത്തിക്കുന്നതെന്ന് അഭിപ്രായമുളവാകുന്നതാണ്. ജോലി യാതൊരു കാരണവശാലും നിങ്ങൾ ഉപേക്ഷിക്കരുത്. മാർച്ച് 15 മുതൽ കാര്യങ്ങളെല്ലാം തന്നെ മെച്ചപ്പെടും. കിട്ടുവാനുള്ള ധനം കൈവശമെത്തും. വ്യാപാരികൾക്ക് ലാഭം പ്രതീക്ഷിക്കാം. അമിതമായ അധ്വാനം വേണ്ടി വരുന്ന കാലമല്ല. ആഡംബര വസ്തു പാരിതോഷികമായി ലഭിക്കും. അതുപോലെ ഉറ്റവരുമായി ഒത്തുചേരുന്നതിനുള്ള സാഹചര്യം ഉദയം ചെയ്യുന്നതാണ്. വിദേശത്ത് നിന്നും നല്ല വാർത്തയെത്തും. അതുപോലെ പുതുവാഹനം വാങ്ങുവാനുള്ള ഭാഗ്യമുണ്ടാകും. മാനസികമായി മനസ്സമാധാനം ഭവിക്കുന്ന കാലമാണ്. അടുത്തത് വിശാഖം നക്ഷത്ര ജാതകരാണ്. വിശ്വാസവും ആദരവും നേടുന്ന പ്രവൃത്തികൾ ചെയ്യുവാൻ ആഗ്രഹിക്കും. ചിലപ്പോൾ ഫലം മറിച്ചായെന്നു വരാം. ഗ്രഹങ്ങളുടെ അനിഷ്ടഭാവ സഞ്ചാരത്താൽ ലഘു നേട്ടങ്ങൾക്ക് പോലും വളരെയധികം വിയർപ്പൊഴുക്കേണ്ടി വരുന്നതാണ്. ധനാഗമം മോശമാകില്ല, പക്ഷെ ചെലവും വർദ്ധിക്കുന്നതാണ്. പാരമ്പര്യ വസ്തു വിൽക്കുവാനുള്ള ശ്രമം യാതൊരു രീതിയിലും ഫലവത്താകില്ല. മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ നേട്ടങ്ങൾ വന്നെത്തും. ജോലിക്കായുള്ള ശ്രമം സാധ്യമാകുന്നതാണ്. മേലധികാരിയുടെ വിശ്വാസപാത്രമാകും. പുതിയ ശാഖ തുടങ്ങുക, അതുമല്ലെങ്കിൽ നവീകരണം എന്നിവ സാധ്യമായേക്കാം. കുടുംബത്തിൽ വളരെയധികം മനസമാധാനമുണ്ടാകും. പാരിതോഷികമോ സമ്മാനങ്ങളോ ലഭിക്കുന്ന കാലമാണ്. പ്രണയിക്കുന്ന ആളുകൾക്ക് ആഹ്ലാദിക്കുവാൻ കഴിയുന്ന സാഹചര്യവും വന്നു ചേരുന്ന മാസമാണ്. അടുത്തത് അനിഴം നക്ഷത്ര ജാതകരാണ്. ആദിത്യൻ 4-ലും 5-ലുമായി സഞ്ചരിക്കുന്നു. ചൊവ്വയും രാഹുവും 4-ലുണ്ട്. മനസ്സമാധാനം കുറയുന്ന കാലമാണ്. ബന്ധുക്കളുടെ പ്രശ്നങ്ങളിൽ യാതൊരു കാരണവശാലും ഇടപെടരുത്. ഭൂമി വ്യാപാരം നീളുന്നതിൽ ആശങ്കയുണ്ടാകും. സുഹൃത്ത് ബന്ധങ്ങളിൽ ശ്രദ്ധ വേണം. കാര്യപ്രാപ്തിക്ക് കൂടുതൽ വിയർപ്പൊഴുക്കേണ്ടി വരുന്നതാണ്. കർമ്മരംഗത്ത് ചെറു നേട്ടങ്ങൾ മാത്രം പ്രതീക്ഷിച്ചാൽ മതി. അതുപോലെ കടം വാങ്ങി ബിസിനസ് ചെയ്താൽ ബാധ്യതകൾ വർദ്ധിക്കുവാനിടയുണ്ട്. പ്രണയാനുഭവങ്ങൾ വളരെയധികം വർദ്ധിക്കും. ഭോഗസുഖം, ദാമ്പത്യ തൃപ്തി എന്നിവ പ്രതീക്ഷിക്കാം. മകളുടെ ജോലിസ്ഥലത്ത് താമസിക്കേണ്ടി വന്നേക്കാം. യാഥാർത്ഥ്യങ്ങളിൽ മുഴുകുമ്പോഴും ആദർശങ്ങളെ സ്വപ്നം കാണുന്നതാണ്. അടുത്തത് തൃക്കേട്ട നക്ഷത്ര ജാതകരാണ്. 4, 5 ഭാവങ്ങളിലായി ആദിത്യൻ സഞ്ചരിക്കുന്നതിനാൽ നിലവിലെ സ്ഥിതി തന്നെ തുടരുന്ന മാസമാണ്. മാറ്റങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുമെങ്കിലും സഹിഷ്ണുതയോടെ കാത്തിരിപ്പ് തുടരേണ്ടതാണ്. ഉദ്യോഗസ്ഥർക്ക് മേലധികാരികളെക്കുറിച്ച് പരാതികൾ ഉണ്ടാകും. സ്ഥലം മാറ്റം നീളുന്നതാണ്. സ്വന്തം പണം മുടക്കി ചെയ്യുന്ന തൊഴിലുകൾക്ക് ഒരുവിധം ആദായം പ്രതീക്ഷിച്ചാൽ മാത്രം മതി. പുതുതലമുറയുടെ ആശയങ്ങളുമായി പൊരുത്തപ്പെടുവാൻ വളരെയധികം വിഷമിക്കേണ്ടി വരും. വസ്തു വിൽപ്പനയിൽ നിയമപ്രശ്നങ്ങൾ ഉടലെടുക്കുന്നതാണ്. അതുപോലെ വിദേശത്ത് കഴിയുന്നവർ ജന്മനാട്ടിലേക്ക് മടങ്ങുവാൻ തീരുമാനിക്കും. കുടുംബ ഭദ്രതയ്ക്ക് നീക്കുപോക്കുകൾ ആവശ്യമാണ്. ക്ഷേത്ര ദർശനത്തിനും ഉത്സവാദികളിൽ പങ്കെടുക്കുവാനുമായി ജന്മനാട്ടിലേക്കുള്ള യാത്രയുണ്ടാകുന്ന മാസമാണ്.
അടുത്തത് മൂലം നക്ഷത്ര ജാതകരാണ്. ആദിത്യനും രാഹുവും കുജനും മൂന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ ആദ്യ പകുതി നേട്ടങ്ങൾക്ക് കാരണമാകും. ലക്ഷ്യപ്രാപ്തിക്ക് യാതൊരു തടസ്സങ്ങളും ഉണ്ടാകുന്ന കാലമല്ല. എതിർപ്പുകളുമായി വരുന്നവർ സ്വയം ഒഴിയുന്നതാണ്. ആത്മവിശ്വാസം വർദ്ധിക്കും. കടം വാങ്ങിയ തുക മടക്കി കൊടുക്കുവാൻ സാധിക്കുന്നതാണ്. ഗൃഹനിർമ്മാണത്തിന് സാമ്പത്തികം കൈവശമെത്തിയേക്കും. ഉദ്യോഗസ്ഥർ പദവിയിൽ ശോഭിക്കുന്നതാണ്. സംരംഭകർക്ക് അധികാര സ്ഥാപനങ്ങളുടെ പച്ച സിഗ്നൽ ലഭിച്ചേക്കും. മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ ആദിത്യൻ, ശനി എന്നിവർ നാലാം ഭാവത്തിൽ യോഗം ചെയ്യുകയാൽ ഗാർഹികമായി സൗഖ്യം കുറയാം. വാഹനം ഉപയോഗിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ ജാഗ്രത പുലർത്തേണ്ടതാണ്. സുഹൃത്തുക്കളിൽ നിന്നും ശത്രുത വരുവാനും ഇടയുള്ള മാസമാണ്. അടുത്തത് പൂരാടം നക്ഷത്ര ജാതകരാണ്. ആദ്യം വളരെയധികം ഗുണഫലങ്ങൾ ഉണ്ടാകും. ചെയ്തു പോന്നിരുന്ന കാര്യങ്ങൾക്ക് തുടർച്ച ലഭിക്കുന്ന സാഹചര്യം സംജാതമാകും. സാമ്പത്തികമായ സ്ഥിതി വളരെയധികം ഉയരുന്നതാണ്. നിക്ഷേപം കഴിയുമ്പതും വളർത്തുവാൻ സാധിക്കും. ന്യായമായ ആഗ്രഹങ്ങളെല്ലാം തന്നെ സാധിച്ചു കിട്ടുന്ന മാസമാണ്. നിങ്ങളുടെ നക്ഷത്രാധിപനായ ശുക്രൻ ഉച്ചം പ്രാപിക്കുകയാൽ ഭൗതികമായ സാഹചര്യം കൂടുതൽ സുഖകരമാകും. സൗഹൃദം പുഷ്ടിപ്പെടും. പഠനം, തൊഴിൽ ഇവയുടെ പരിശീലനങ്ങളിൽ ഏർപ്പെട്ടിരുന്നവർക്ക് വിഷയത്തിൽ ഉപസ്ഥിതി നേടുന്നതാണ്. സർക്കാർ തലത്തിൽ ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ വന്നു ചേരും. മാർച്ച് രണ്ടാം പകുതിയിൽ കാര്യസാധ്യത്തിന് ക്ലേശങ്ങൾ ഉണ്ടാകും. സുലഭ വസ്തു ദുർലഭമാകും. കൂടുതൽ ഊർജം നിങ്ങൾക്ക് ചെലവഴിക്കേണ്ടി വരുന്നതാണ്. സ്വന്തം ആലസ്യത്തോട് ആദ്യം പൊരുത്തപ്പെടേണ്ടി വരുന്ന മാസം കൂടിയാണ്. അടുത്തത് ഉത്രാടം നക്ഷത്ര ജാതകരാണ്. ധനുരാശിക്കാർക്ക് മാസത്തിൻ്റെ ആദ്യ ഭാഗവും മകരരാശിക്കാർക്ക് രണ്ടാം ഭാഗവും വളരെയധികം ഗുണകരമാകും. വരുമാന മാർഗങ്ങൾ വിപുലീകരിക്കുവാൻ ശ്രമങ്ങൾ വിജയിക്കും. പുതിയ വിഷയങ്ങൾ പഠിച്ചറിയുവാനുള്ള വ്യഗ്രത ഉണ്ടാകുന്നതാണ്. സംഘടനാ പ്രവർത്തനങ്ങൾ സജീവത കൈവരിക്കും. വസ്തു വാങ്ങുവാനുള്ള ശ്രമം വിജയം കാണുന്നതാണ്. അതുപോലെ ആഗ്രഹിച്ച യാത്രകൾ ചെയ്യുവാനുള്ള അവസരവും വന്നു ചേരും. നിങ്ങളുടെ സഹോദരങ്ങളുമായി ചേർന്ന് നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് സാമ്പത്തികമായി ഗുണമുണ്ടാകും. മകൻ്റെ ഉപരി വിദ്യാഭ്യാസം സംബന്ധിച്ചുള്ള തീരുമാനത്തിൽ എത്തിച്ചേരുന്നതാണ്. തീർത്ഥാടന യോഗമുണ്ട്. ഭൗതികമായും പുരോഗതിയിൽ അലംഭാവം വരുത്. കൂടുതൽ പ്രയത്നം ആവശ്യമായ മാസമാണ്. അടുത്തത് തിരുവോണം നക്ഷത്ര ജാതകരാണ്. രണ്ടാം ഭാവത്തിലെ പാപഗ്രഹയോഗം മാനസികമായി പിരിമുറുക്കമുണ്ടാകും. പ്രവർത്തനോർജം മന്ദീഭവിക്കുന്നതാണ്. പല ദൗത്യങ്ങളും ഏറ്റെടുക്കേണ്ട സ്ഥിതിയുണ്ടാകും. നിങ്ങളുടെ കൂട്ടുകെട്ടുകളിൽ പൊരുത്തക്കേടുകൾ വന്നെത്തുന്നതാണ്. വാക്കുകളിൽ കരുതൽ വേണം. വാഗ്ദാന ലംഘനം ആക്ഷേപമുണ്ടാക്കും. പഠനത്തിൽ ഏകാഗ്രതയും കുറയുന്നതാണ്. മാർച്ച് പകുതി മുതൽ സ്ഥിതിഗതികൾ മാറിവരും. ഉന്നതരുടെ സഹായവും പിന്തുണയും പ്രതീക്ഷിക്കാം. തൊഴിലിടത്തിൽ വളരെയധികം സമാധാനമുണ്ടാകുന്നതാണ്. രോഗാവസ്ഥയിലുള്ള ആളുകൾക്ക് ചികിത്സാ മാറ്റം ആശ്വാസപ്രദമായി ഭവിക്കും. ബിസിനസ്സുകാരുടെ വിപണന തന്ത്രങ്ങൾ ഉപഭോക്താക്കളെ ആകർഷിക്കുവാനും ഇടയുള്ള മാസമാണ്. കുടുംബ അന്തരീക്ഷം നിങ്ങളുടെ വളരെയധികം സമാധാനമുള്ളതാകും. ഭൗതിക സാഹചര്യവും വളരെയധികം മെച്ചപ്പെടുന്ന മാസമാണ്. അടുത്തത് അവിട്ടം നക്ഷത്ര ജാതകരാണ്. സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടുവാൻ വളരെയധികം വിഷമിക്കേണ്ടി വരും. ഒപ്പമുള്ളവരുടെ സമ്മർദ്ദങ്ങൾ തിരിച്ചറിയുവാൻ സാധിക്കുന്നതാണ്. എന്നാൽ പ്രതികരിക്കില്ല. ജോലി മാറുവാൻ ഉചിതമായ വേളയല്ലെന്ന് നിങ്ങൾ ഓർമ്മിക്കേണ്ടതാണ്. പുതിയ തലമുറയോട് തുറന്ന സമീപനം സ്വീകരിക്കുവാൻ കഴിയും. അവരുടെ വാക്കുകൾക്ക് ചെവി കൊടുക്കുവാനും സാധിക്കുന്നതാണ്. വ്യായാമം, മിതഭക്ഷണം, ആവശ്യത്തിന് വിശ്രമം എന്നിവയിൽ ചാഞ്ചല്യം വരാതെ നോക്കേണ്ട കാലമാണ്. കടബാധകൾ കുറയ്ക്കുവാൻ ശ്രമം തുടരുന്നതാണ്. അതുപോലെ ബന്ധുക്കളുടെ പ്രശ്നങ്ങളിൽ കഴിവതും ഇടപെടാതിരിക്കുക. ചൊവ്വ രാഹുയോഗം വാഗ്ദാന ലംഘനങ്ങൾ, ദുഷ്പേര് ഇവയ്ക്ക് കാരണമാകും. അന്യനാട്ടിൽ തൊഴിൽ നേട്ടം ഭവിക്കുന്നതാണ്. അടുത്തത് ചതയം നക്ഷത്ര ജാതകരാണ്. പാപഗ്രഹങ്ങൾ ചതയം നാളിലൂടെ സഞ്ചരിക്കുന്നതിനാൽ മനക്ലേശവും ദേഹക്ലേശവും ഉണ്ടാകും. ചിലർക്ക് വിഷാദം അനുഭവപ്പെടുന്നതാണ്. വസ്തു വ്യാപാരം നീളുന്നതിൽ വളരെയധികം വിഷമമുണ്ടാകും. പഠനയാത്രകളെല്ലാം തന്നെ പ്രയോജനപ്പെടുന്നതാണ്. ഉത്സവ നടത്തിപ്പിന് കഴിയുന്നത്ര മുന്നിൽ നിന്ന് പ്രവർത്തിക്കുവാൻ സാധിക്കും. പൊതുപ്രവർത്തനത്തിൽ ജനങ്ങളുടെ പിന്തുണ വന്നു ചേരും. എതിർപ്പുകളെ എല്ലാം തന്നെ ശ്രദ്ധിക്കേണ്ട കാലമാണ്. ഏജൻസികളുടെ നടത്തിപ്പിൽ നിന്നും വളരെയധികം ധന നേട്ടം പ്രതീക്ഷിക്കും.
സൂക്ഷിക്കാം. അടുത്തത് പൂരുരുട്ടാതി നക്ഷത്ര ജാതകരാണ്. നിങ്ങളുടെ നക്ഷത്രാധിപനായ വ്യാഴത്തിന്റെ വക്രഗതി തുടരുന്നതും പാപഗ്രഹങ്ങൾ ജന്മനക്ഷത്രത്തിലൂടെ സഞ്ചരിക്കുന്നതും അനുകൂല ഫലങ്ങളെ ചെറുക്കും. പ്രയത്നം ആവർത്തിക്കേണ്ടി വരുന്നതാണ്. പുതിയ കാര്യങ്ങൾ പഠിക്കുവാനുള്ള അവസരം വന്നുചേരും. എന്നാൽ ആലസ്യം പിന്നെയാകാം എന്ന ചിന്തയും അവസരങ്ങളെ ഇല്ലാതാക്കുന്ന കാലമാണ്. ഹൃദയബന്ധങ്ങൾ ദൃഢമായി തുടരും. ഭാവിയെക്കുറിച്ച് മധുര സ്വപ്നങ്ങൾ തയ്യാറാക്കുവാൻ കഴിയുന്നതാണ്. മേലധികാരികളോട് വിയോജിക്കേണ്ട സന്ദർഭങ്ങൾ ഉണ്ടാകും. സ്വന്തം തീരുമാനത്തെ ഒപ്പമുള്ളവർ തന്നെ തുരങ്കം വെക്കുന്ന കാലമാണ്. പണവരവ് വർദ്ധിക്കുന്നതാണ്. പക്ഷേ ചെലവിൽ വളരെയധികം നിയന്ത്രണം നിങ്ങൾക്കാവശ്യമുള്ള കാലം കൂടിയായതിനാൽ പണത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുക. അടുത്തത് ഉത്രട്ടാതി നക്ഷത്ര ജാതകരാണ്. 12ലും ജന്മരാശിയിലുമായി കേതു ഒഴികെ പാപഗ്രഹങ്ങൾ സഞ്ചരിക്കുന്നതിനാൽ വളരെയധികം സമ്മർദ്ദങ്ങൾ ഉണ്ടാകും. അവ്യക്തതകൾ വന്നെത്തുന്നതാണ്. ആലസ്യം നിങ്ങളുടെ കർമ്മരംഗത്തെ വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കും. തുടർന്ന് പോരുന്ന സങ്കല്പങ്ങളും പ്രായോഗികതയും അപ്രസക്തമാണോ എന്ന ചിന്ത ഉയരുന്നതാണ്. ഉപാജപങ്ങളെ പ്രതിരോധിക്കുവാൻ വിഷമിക്കേണ്ടി വരും. അല്പവരുമാനം കടം വാങ്ങുന്നതിലേക്ക് തിരിയുവാൻ ഇടയുള്ള കാലമാണ്. ജന്മരാശിയിൽ ശുക്രന് ഉച്ചം ഭവിക്കുന്നതിനാൽ സുഖഭോഗങ്ങൾ അനുഭവത്തിൽ ഉണ്ടാകും. കലാപ്രവർത്തകർക്ക് പാരിതോഷികം വന്നു ചേരും. ദൂരനാട്ടിൽ കഴിയുന്നവർക്ക് മടങ്ങുവാൻ സാധിക്കുന്നതാണ്. അതുപോലെ കരാർ ജോലികൾ നീട്ടിക്കിട്ടും. പ്രണയബന്ധം പുഷ്കലമാകുന്നതാണ്. കുടുംബത്തിന് പിന്തുണ എല്ലാവിധ കാര്യങ്ങളിലും ഉണ്ടാകുന്നത് വളരെയധികം ആശ്വാസകരമാകുന്നതാണ്. ആരോഗ്യപരമായി വളരെയധികം ശ്രദ്ധിക്കുന്നത് ഗുണകരമാകും. അടുത്തത് രേവതി നക്ഷത്ര ജാതകരാണ്. സൂക്ഷ്മമായി ചിന്തിക്കുവാൻ കഴിയാതെ വരുന്നത് പ്രവർത്തനങ്ങളിൽ പാളിച്ചകൾ ഉണ്ടാക്കും. മറ്റുള്ളവരുടെ വാക്കുകൾ അമിതമായി വിശ്വസിക്കാതിരിക്കുന്നതാണ് ഉത്തമം. ചിലപ്പോൾ സമയബന്ധിതമായി ദൗത്യങ്ങൾ നിർവഹിക്കും. മറ്റ് ചിലപ്പോൾ നീളുകയോ ദൗത്യങ്ങൾ പാളുകയോ ചെയ്യുന്നതാണ്. അന്യദേശ സഞ്ചാരത്തിനും അലച്ചിലിനും സാധ്യതയുണ്ട്. ജന്മരാശിയിൽ ഉച്ചനായ ശുക്രൻ സഞ്ചരിക്കുന്നതിനാൽ പ്രണയം, സമ്മാന ലബ്ധി, ഭോഗസുഖം എന്നിവ മനസന്തോഷമുണ്ടാക്കും. സ്ത്രീ ജനങ്ങളുടെ പിന്തുണയുണ്ടാകും. സ്വന്തമായി സ്ഥാപനം നടത്തുന്നവർക്ക് പകരക്കാരെ ചുമതല ഏൽപ്പിക്കുക വഴി നഷ്ടമുണ്ടാകുവാനുള്ള സാധ്യതയുള്ള കാലമായതിനാൽ ഈ ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ്. ഭൂമി കാര്യങ്ങളിൽ ചെലവേർപ്പെടും. സഹോദരമായി ഇണങ്ങിപ്പോകുവാൻ വളരെയധികം വിഷമിക്കേണ്ട മാസമാണ്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ.